Hello Shaza, Assalamu alaikum. Walaikum assalam. How does it feel to be all India rank 2? It feels surreal. വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറെ നേരം. പിന്നെയാണ് ഓക്കെ ദിസ് ഇസ് ട്രൂ എന്ന് പറഞ്ഞ് പിന്നെയാണ് ഐ കെയിം ബാക്ക് ടു മൈ എവിടെയായിരുന്നു നിങ്ങൾ? വീട്ടിലായിരുന്നോ റിസൾട്ട് നോക്കുമ്പോൾ? വീട്ടിലായിരുന്നു. ഞാൻ ആക്ച്വലി ഓറിയന്റേഷൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സൺഡേ ലീവ് ആയോണ്ട് അങ്ങനെ വീട്ടിൽ വന്നതാ. അടിപൊളി. എന്നിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത്? ആക്ച്വലി റിസൾട്ട് വരുന്നതിന്റെ മുമ്പേ ICI പ്രസിഡന്റ് AIR 1 2 3 വിളിക്കുമല്ലോ. ഓക്കെ. കോള് വന്നപ്പോ ഉമ്മ മാത്രമേ എടുത്തിണ്ടായിരുന്നുള്ളൂ. എല്ലാരും ഉണ്ട് വീട്ടില്, പക്ഷെ അടുത്ത് ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആള് കോൾ ചെയ്ത് ഹലോ ഫാത്തിമ അല്ലേ, ഓൾ ഇന്ത്യ സെക്കൻഡ് റാങ്ക്. അപ്പൊ പിന്നെ വേർഡ്സ് ഒന്നും വരുന്നില്ല. താങ്ക് യു പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും വരുന്നില്ല. ഹാർട്ട് ബീറ്റ് ഒന്ന് നിന്നു കുറച്ചു നേരത്തിന്. ആ, എക്സാക്ട്ലി. എന്നിട്ടാണ് നിങ്ങൾ റിസൾട്ട് എടുത്ത് നോക്കണത്? ആ, ഞാൻ അപ്പോഴും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇത് റാങ്ക് ആണോ? ശരിക്കാണ് പ്രാങ്ക് ആണോ. എക്സാക്ട്ലി. ഞാന് വീട്ടിലുള്ള എല്ലാരോടും പറഞ്ഞു, പിന്നെ പുറത്താരോടും പറയണ്ട, അത് കൺഫേം ആവട്ടെ എന്നിട്ട് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ ഗൂഗിൾ എടുത്തിട്ട് ICI പ്രസിഡന്റ് നമ്പർ ഒക്കെ സെർച്ച് ചെയ്തു. അപ്പൊ അതന്നെയായിരുന്നു. അപ്പൊ പിന്നെ ഓ, ഓക്കെ, ഇത് ശരിക്കാണ് തോന്നി. പിന്നെ റിസൾട്ട് ഒരു നോക്കണതിന് മുന്നേ. 15 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഒഫീഷ്യൽ. ഓക്കെ ആ, ഓക്കെ ഓക്കെ. റിസൾട്ട് നോക്കുന്നതിന് മുമ്പല്ലേ കോൾ വന്നു. കൈയൊക്കെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നോ റോൾ നമ്പർ അടിച്ചെടുക്കാനൊക്കെ? അത് പിന്നെ ഇത് ഓൾറെഡി വന്നല്ലോ, കോള് വന്നല്ലോ, റാങ്ക് ആണ് എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഷിവർ ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ICI പ്രസിഡന്റ് നമ്പർ ഒക്കെ നോക്കിയപ്പോ അത് തന്നെയാണ്. അപ്പൊ അത് ശരിക്കാണ് തോന്നി. അപ്പൊ പിന്നെ കൺഫേം ചെയ്യാൻ മാത്രമാണ് റിസൾട്ട് നോക്കണത്. അപ്പൊ പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. മാഷാ. പാരന്റ്സ് ഒക്കെ എന്ത് പറഞ്ഞു? ഹാപ്പി? എവരി വൺ ഹാപ്പി? ഒബ്വിയസ്ലി എവ്രി വൺസ് ഹാപ്പി. ഓക്കെ. First of all, let me make this clear. ഷെസ എൻ്റെ സ്റ്റുഡൻ്റ് ഒന്നുമല്ല. ഐ ഗോട്ട് ടു നോ അബൌട്ട് ദിസ് റാങ്ക് ആൻഡ് ഐ വാസ് വെരി എക്സൈറ്റഡ്. ഞാൻ ഷെസനോട് നമ്മൾ സെഷനിൽ ജോയിൻ ചെയ്യുമെന്ന് ചോദിച്ചു. സ്റ്റുഡൻസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് പറഞ്ഞു. ആൻഡ് വിതൗട്ട് എനി ഹെസിറ്റേഷൻ ഷെസ അപ്പം തന്നെ ജോയിൻ ചെയ്യാമെന്നും പറഞ്ഞു. ആൻഡ് ഷോർട്ട് നോട്ടീസിൽ ഷെസ ഐ എം റിയലി താങ്ക്ഫുൾ നിങ്ങൾ ഈ സെഷൻ ജോയിൻ ചെയ്തതിൽ. ആൻഡ് വാട്ട് ഐ ആക്ച്വലി എക്സ്പെക്ടിങ് ദാറ്റ് ഐ വുഡ് ആസ്ക് ഷെസ. ഞാൻ സാധാരണ സാധാരണ ഉം, എനിക്ക് ആദ്യമായിട്ടാട്ടോ ഒരു ഓൾ ഇന്ത്യ റാങ്ക് 2 കേരളത്തിൽ നിന്ന് ഇന്റർവ്യൂവിൽ കിട്ടുന്നത്. ഇതിന് മുന്നേ ഓൾ ഇന്ത്യ റാങ്ക് 1 ഒക്കെ കിട്ടിയത് ചെന്നൈയിലുള്ള സ്റ്റുഡൻസ് ആയിരുന്നു CA ഫൈനലിൽ. പിന്നെ കേരളത്തിൽ തന്നെ വി ഹാഡ് ഓൾ ഇന്ത്യ 5, ഓൾ ഇന്ത്യ 16 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 2 അതും കേരളത്തിൽ നിന്ന്, അതും മലപ്പുറത്ത് നിന്ന്. മാഷാ ഐ എം റിയലി എക്സൈറ്റഡ്. സോ ഐ തിങ്ക് സാധാരണ എല്ലാവരോടും ചോദിക്കുന്ന ആ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ യു മൈറ്റ് ഫീൽ ഇൻസൾട്ടഡ്. ഒരു റാങ്ക് ഹോൾഡർ 2നോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണോ ഇതൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ. സോ എന്റെ ഇന്റൻഷൻ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യാനൊന്നുമില്ല. ഐ തിങ്ക് വിൽ ഗോ വിത്ത് ടഫ് ക്വസ്റ്റ്യൻസ് ഐ ഗസ്. സാർക്ക് അറിയാം, ലൈക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്നു തോന്നുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ. ഓക്കെ. ഭയങ്കര ഡിപ്ലോമാറ്റിക് ആൻസർ ആയി പോയി. ഓക്കെ. ടെൽ us about your background, ഷുസ. നിങ്ങള് എവിടുന്നാണ്, എവിടെയായിരുന്നു സ്കൂളിംഗ് ഒക്കെ ചെയ്തിരുന്നത്? ആൻഡ് CA ആദ്യമേ ചെയ്യണം എന്നുള്ള പ്ലാനിൽ ഉണ്ടായിരുന്നോ, അതോ സ്പോണ്ടേനിയസ്ലി പെട്ടെന്ന് എവിടെന്നെങ്കിലും വന്നൊരു ഐഡിയ ആണോ? ഓക്കെ. ബേസിക്കലി ഐ എം ബേസ്ഡ് ഇൻ പെരിന്തൽമണ്ണ, അങ്ങാടിപ്പുറം. സ്കൂളിംഗ് ഒക്കെ ഇവിടെ തന്നെ ആയിരുന്നു. പിന്നെ ലൈക് പണ്ട് മുതലേ എനിക്ക് സയൻസ് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാല് ഇങ്ങനെ സോഷ്യൽ സയൻസ്, സയൻസ് അതൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു കൊമേഴ്സിലെ മാത്സ് ആയിരിക്കും എന്നാ ഞാൻ വിചാരിച്ചേ. അങ്ങനെ ഞാൻ കൊമേഴ്സ് എടുത്തു. കൊമേഴ്സ് എടുത്തപ്പോ അക്കൗണ്ട്സ് എനിക്ക് നല്ല ഇഷ്ടായി. അപ്പൊ ഞാന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആ കോഴ്സിലോട്ട് വന്നു. എനിക്ക് തിയറി കാണാപ്പാഠം പഠിക്കാൻ തീരെ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ വിചാരിച്ചതിൽ ഫുൾ പ്രാക്ടിക്കൽ ഓറിയന്റഡ് സബ്ജക്ട്സ് ഒക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചേ. പക്ഷെ ഇവിടെ വന്നപ്പോ മനസ്സിലായി ഇതിൽ ഹാഫ് തിയറി ഹാഫ് പ്രാക്ടിക്കൽ ആ ഒരു ഇതിലാണ് പോണേ. മാഷാല്ല. എന്റെ സ്റ്റോറിയുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉണ്ടല്ലോ. യെസ്. ആൻഡ് ഒബ്വിയസ്ലി നമ്മൾ മാർക്ക് ലിസ്റ്റിൽ ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. നിങ്ങൾ ഓൾ ഇന്ത്യ റാങ്ക് 2 ആണ്, ഞാൻ 2 മാർക്കിനാണ് പാസ്സായത്. മാഷാല്ല, ദാറ്റ് ഇസ് അമേസിങ്. സോ CA എന്നുള്ള ഐഡിയ എപ്പോഴാണ് വന്നത്? സി എ ആക്ച്വലി ഞാൻ 10th കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ സയൻസിലോട്ട് എന്തായാലും പോകുന്നില്ല. അപ്പൊ പിന്നെ കോമേഴ്സ് എടുക്കാന്ന് വിചാരിച്ചു. അക്കൗണ്ട്സ് ഇഷ്ടപ്പെട്ടപ്പോൾ ആൻഡ് ചാർട്ടേഡ് കൊമേഴ്സിലെ അക്കൗണ്ടൻസി ജോയിൻ ചെയ്യുക എന്നുള്ള. ഹൗ ഡിഡ് അതെ, ദാറ്റ് സ്പാർക്ക് കം? നിങ്ങൾ എങ്ങനെയാണ് ഈ കോഴ്സിനെ പറ്റി ഫസ്റ്റ് തന്നെ കേട്ടത്? കോഴ്സിനെ പറ്റിയിട്ട് ഒബ്വിയസ്ലി ഏകദേശം എല്ലാ കോമേഴ്സ് ഫീൽഡിലുള്ള ആൾക്കാർക്കും അറിയുന്ന ഒരു കോഴ്സ് ആണല്ലോ.
പിന്നെ എന്റെ കസിൻസ് ഉണ്ട്. CA ഇപ്പം ഫൈനൽ ചെയ്തോണ്ടിരിക്കണ ഒരാളുണ്ട്, ആർട്ടിക്കിൾഷിപ്പ് ചെയ്തോണ്ടിരിക്കണ ഒരാളുണ്ട്. അവരൊക്കെ ഗൈഡ് ചെയ്തു. അപ്പൊ നിങ്ങളെ ഏറ്റവും ഈ കോഴ്സിനെ പറ്റി ഏറ്റവും ഇൻസ്പയർ ചെയ്ത ഫാക്ടർ എന്താ? ലൈക്ക് ആഫ്റ്റർ ബീങ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വട്ട് ഡു യു വാണ്ട് ടു ബി ആക്ച്വലി? അതൊന്നും പ്ലാൻ ചെയ്ത് വന്നതല്ല. എന്തെങ്കിലും കോഴ്സ് എടുക്കണല്ലോ, അപ്പൊ പിന്നെ നോക്കിയിട്ട് നല്ലൊരു കോഴ്സ് എടുത്തതാണ്. ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും റെഡി അല്ല. ഓക്കെ, മാഷാഅല്ലാ. സ്കൂളിലും ടോപ്പർ ആയിരുന്നോ അതോ ചെറുതായിട്ടൊക്കെ. ചെറുതായിട്ട്? എത്ര ഉണ്ടായിരുന്നു ലൈക്ക് 10th-ലും 12th-ലൊക്കെ പെർസെൻറ്റേജ്? 10th സ്റ്റേറ്റ് സിലബസിൽ full A+ ആയിരുന്നു. ഫുൾ എ പ്ലസ്. 12th ഓൾസോ ഓക്കെ, full A+. ഫുൾ എ പ്ലസ് ആയിരുന്നു. ഫൗണ്ടേഷൻ? ഫൗണ്ടേഷൻ 356. 356 ഉണ്ടായിരുന്നു. മാഷാഅല്ലാ. ഓക്കെ, മാഷാഅല്ലാ, അമേസിങ്. എപ്പോഴായിരുന്നു CA ഇന്ററിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്? ലൈക്ക് എത്ര സീരിയസ് ക്ലാസ്സസ്? ആയിട്ട് ക്ലാസ്സസ് ഓൾമോസ്റ്റ് തീരാറായപ്പോഴാണ് ലൈക്ക് കാര്യമായിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ലൈക്ക് എത്ര ലൈക്ക് മന്ത്സ് ബിഫോർ ദി എക്സാം? ഒരു ഒക്ടോബർ ഒക്കെ ആയിരിക്കും. നവംബർ, ഡിസംബർ, ജാനുവരി. ഓക്കെ, 2.5 months ബിഫോർ. ഓക്കെ, ഉം. ഓക്കെ. ലൈക്ക് ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് എ പേഴ്സൺ വർ യു? ഒരു സ്ട്രിക്റ്റ് പ്ലാൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിച്ചു പോകുന്ന പേഴ്സൺ, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ട് റാൻഡം ഡെയിലി എന്തെങ്കിലും തോന്നുന്നു പഠിക്കുന്നത്? പ്ലാൻസ് എപ്പോഴും ഉണ്ടാക്കും ആൻഡ് എപ്പോഴും കൊളാവും. പിന്നെ പുതിയ പ്ലാൻ ഉണ്ടാക്കും. അങ്ങനെ അങ്ങനെ ആയിരുന്നു. ഞാൻ പ്ലാൻസ് ഉണ്ടാക്കും എന്തായാലും വീക്ക്ലി ഒക്കെ അങ്ങനെ ഉണ്ടാക്കുള്ളൂ. കാരണം ലോങ് ടേം ഉണ്ടാക്കിയിട്ട് ആദ്യം തന്നെ കൊളായാല് പിന്നെ ഒരു മൂഡ് പോകില്ല. അപ്പൊ സങ്കടാവും. ഞാൻ കുറച്ച് വീക്ക്ലി ഒക്കെ വീക്ക്ലി അങ്ങനത്തെ പ്ലാൻസ് ഉണ്ടാക്കാം. പിന്നെ ഞാൻ തന്നെ ഒരു ഡേ ഇടും, കംപ്ലീറ്റ് ചെയ്യാത്ത പോർഷൻസിനുള്ള ഒരു ഡേ, അങ്ങനെ എന്തെങ്കിലും ഇടും. പിന്നെ കംപ്ലീറ്റ് ആവാത്തത് അവിടെ ഇവിടെയൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും എന്റെ പ്ലാൻസ്. അങ്ങനെ എത്ര മണിക്കൂർ പഠിക്കും സാധാരണ? ഭയങ്കര പോപ്പുലർ ക്വസ്റ്റൻ ആണ്, സ്റ്റുഡൻസ് എല്ലാവരും ചോദിക്കുന്നത്. ഡെയിലി എത്ര hours പഠിക്കും? അത് ഒബ്വിയസ്ലി ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഞാൻ ആക്ച്വലി അങ്ങ് കുറേ നേരം ഇരുന്ന് പഠിക്കുന്ന ആളല്ല. ഞാൻ ക്ലാസ് തന്നെ ശ്രദ്ധിച്ചിട്ട് മാക്സിമം ക്ലാസ്സിൽ തന്നെ പഠിക്കാൻ നോക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ വീട്ടിൽ വന്നാൽ വല്ലാതെ അധികം ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് എന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല്, ക്ലാസ് നല്ലോണം ശ്രദ്ധിക്കും, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ചോദിക്കും. അങ്ങനെ മാഷാഅല്ലാ. മാക്സിമം ഇൻപുട്ട് ക്ലാസ്സിൽ തന്നെ എടുക്കാൻ ട്രൈ ചെയ്യും. എത്ര റിവിഷൻ പ്ലാൻ ചെയ്തിരുന്നു? ഹൗ മെനി ടൈംസ്? ആൻഡ് ഹൗ വാസ് യുവർ റിവിഷൻസ് റിവിഷൻ? ആക്ച്വലി ഗോ ഹെഡ്. റിവിഷൻ പ്ലാൻഡ് ഒന്നല്ല. റിവിഷൻ പ്ലാൻ ചെയ്ത് അങ്ങനെ പോയി എന്നല്ല, ഞാനൊരു ടെസ്റ്റ് സീരീസ് വാങ്ങിച്ചിരുന്നു. അപ്പൊ അതില് ഡെയിലി ടെസ്റ്റ് ഉണ്ടാവും, അതിനനുസരിച്ച് ഇങ്ങനെ പഠിച്ചു പോയി. പിന്നെ അതിൽ തന്നെ ലാസ്റ്റ് ഒരു 2 മോക്ക് ടെസ്റ്റ് ഉണ്ട്. 2 എനിക്ക് എഴുതാൻ ടൈം കിട്ടിയില്ല, ഒരെണ്ണം എഴുതിയുള്ളൂ. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മോക്ക് എക്സാംസ് ഉണ്ടാവും. അങ്ങനെ എക്സാംസിന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് അങ്ങനെയാണ് എന്റെ റിവിഷൻ പോയ. ഇതൊക്കെ ഇവാലുവേറ്റഡും ആയിരുന്നു? യെസ്. അപ്പോൾ നിങ്ങൾ ഏകദേശം ആ സമയത്ത് തന്നെ യുവർ മാർക്സ് വെയർ ലൈക്ക് അബവ് 70s സംതിങ്? ലൈക്ക് ഞാൻ ജസ്റ്റ് നിങ്ങളെ മാർക്ക് ലിസ്റ്റ് ഇവിടെ ഒന്ന് വായിക്കാം, ഇവിടെ സ്ക്രീനിൽ ഇടും ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ അഡ്വാൻസ് അക്കൗണ്ടിങ്ങിൽ 94 ഉണ്ട്, ലോയിൽ 73, ടാക്സിൽ 82. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലെ ടോട്ടൽ 249. സെക്കൻഡ് ഗ്രൂപ്പിൽ കോസ്റ്റിംഗിൽ 92, ഓഡിറ്റിൽ 82, FM-ൽ 81. സോ ഇറ്റ്സ് ലൈക്ക് എവറിത്തിങ് ഇസ് അബവ് 80, 90. ടെസ്റ്റിലും ഇങ്ങനെ തന്നെയായിരുന്നോ? ഓൾമോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിരുന്നോ റാങ്ക് ഒക്കെ? ടെസ്റ്റിൽ ആക്ച്വലി എല്ലാത്തിലും ഒന്നും നല്ല മാർക്ക് ഉണ്ടായിരുന്നില്ല. ചിലതൊക്കെ റാങ്ക് എക്സ്പെക്ട് ചെയ്തിരുന്നോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു റാങ്ക് വേണം. ഞാൻ എപ്പോ പ്രാർത്ഥിക്കുമ്പോഴും റാങ്ക് കിട്ടണേ, ഓൾ ഇന്ത്യ റാങ്ക് 1 കിട്ടണേ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. വൈ? പക്ഷെ ഐ ഡോണ്ട് നോ, എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തന്നെ എക്സാം കഴിഞ്ഞാല് ഇത്ര മാർക്ക് കിട്ടും ഓരോ സബ്ജക്റ്റില്, അങ്ങനെ വെച്ച് കൂട്ടി നോക്കുമ്പോ ഒരിക്കലും റാങ്കിന്റെ മാർക്കൊക്കെ എത്തുന്നേ ഇല്ല. എനിക്ക് നല്ല ടഫ് ആയിരുന്നു എക്സാം. എക്സ്പെക്റ്റഡ് അല്ലാത്ത ക്വസ്റ്റ്യൻസാ വന്നേ. അപ്പോ ലോയില് 40 കിട്ടുമെന്ന് വരെ എനിക്ക് ഇടയ്ക്ക് ഡൗട്ട് ആവും. അങ്ങനൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും പ്രാർത്ഥിക്കുമ്പോ ഓൾ ഇന്ത്യ റാങ്ക് 1 ഞാൻ പ്രാർത്ഥിച്ചത്. മാഷാഅല്ലാ. നിങ്ങള് ഓക്കെ, വി നീഡ് ടു നോ മോർ ഷെസ. നിങ്ങളെ എക്സാം ഹാളിലുള്ള സ്ട്രാറ്റജി, നിങ്ങളെ സബ്ജക്ട്സ്, പെർഹാപ്സ് ഓരോ സബ്ജക്റ്റിൻ്റെയും നിങ്ങളെ അപ്രോച്ച് എന്തായിരുന്നു?
അക്കൗണ്ട്സിൽ എന്താ ചെയ്ത്, ലോയിൽ എന്താ ചെയ്ത്, ടാക്സിൽ എന്താ ചെയ്ത്, എവറിത്തിങ് ലൈക്ക് ബ്രീഫ്ലി ഷോർട്ട് ആയിട്ട് ഒന്ന് പറയാൻ പറ്റി കഴിഞ്ഞാൽ ബി ഹെൽപ്ഫുൾ. എക്സാം ഹോൾക്കുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നു പറഞ്ഞില്ലേ. അപ്പൊ തന്നെ ഒരു എക്സാം അറ്റ്മോസ്ഫിയർ ഞാൻ തന്നെ ഉണ്ടാക്കും. 3 hours ടൈമർ വെച്ചിട്ട് അങ്ങനെയാണ് എക്സാംസ് എഴുതിയത്. അതാവുമ്പോൾ എക്സാം ഹാളിൽ പോയാലും ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നം എനിക്ക് ഒരു എക്സാമിന് വന്നിട്ടില്ല. എനിക്ക് ആക്ച്വലി ടൈം ബാക്കിയായിരുന്നു അധികം എക്സാംസിനും. അക്കൗണ്ട്സിൽ മാത്രമാണ് ലാസ്റ്റ്ക്ക് തീർന്നത്, ബാക്കി എല്ലാത്തിലും ടൈം ബാക്കിയായിരുന്നു. അപ്പൊ ടൈം മാനേജ്മെന്റിന് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ബാക്കിയായിരുന്നു ഇൻ ദ സെൻസ് വിത്ത് എത്ര ടൈമർ. ടൈമൊക്കെ കിട്ടി? ടാക്സിനൊക്കെ കുറെ ടൈം ബാക്കിയുണ്ടായിരുന്നു ലോക്കും. ബാക്കിയൊക്കെ ഒരു 15 to 30 minutes ഒക്കെ ബാക്കിയുണ്ടാകും ചെക്ക് ചെയ്ത് പോകാനൊക്കെ. 15 to 30 മിനിറ്റ്സ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരാളെ പരിചയപ്പെടുന്നു കേട്ടോ. ലൈക്ക് സോ നിങ്ങൾ അപ്രോച്ച് എന്തായിരുന്നു? ലൈക്ക് ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ നിങ്ങൾ ഇത്ര ടൈം സ്പെയർ ചെയ്ത് എടുക്കാൻ പറ്റിയത്? 1.8 അല്ല മിനിറ്റ് റൂൾ ആ സംഭവം ഇല്ലേ. 100 marks അല്ല 180 minutes, അപ്പൊ 1.8. പക്ഷെ അത് നമ്മൾ റിട്ടേൺ ക്വസ്റ്റ്യൻസിന് 1.8 തന്നെ എടുക്കും. പക്ഷെ MCQന് അത്ര വേണ്ടി വരില്ലല്ലോ, അപ്പൊ ഒബ്വിയസ്ലി ടൈം സേവ് ആവും അവിടെ. സേവ് ആവും. ഓ, അടിപൊളി. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ഡൗട്ട് വന്നിട്ട് ചെക്ക് ചെയ്യണത്, ഇത് കറക്റ്റ് ചെയ്യണം, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും. ഇറ്റ് വാസ് ലൈക്ക് ഫൈൻ, എഴുതി അത് കഴിഞ്ഞ് ഇനി നോക്കണ്ട. അല്ലല്ല, എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ജസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ, ടൈം ഓൾമോസ്റ്റ് എല്ലാത്തിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ജസ്റ്റ് നോക്കും. ഈ ക്വസ്റ്റ്യൻസിന്റെ ഇടയിൽ സ്റ്റക്ക് ആവുന്ന സിറ്റുവേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ? ഒബ്വിയസ്ലി ഉണ്ടാകും. പക്ഷെ അപ്പൊ ഞാൻ പേജ് വിടും, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യും. അവിടെ തന്നെ ഇരുന്ന ടൈം പോവല്ലേ. യു സ്റ്റാർട്ട് വിത്ത് ഡിസ്ക്രിപ്റ്റീവ് ഓർ MCQ? ഡിസ്ക്രിപ്റ്റീവ് ഒരു ഇതിലെത്തിയിട്ട് MCQ ഇരിക്കുള്ളൂ. പിന്നെ MCQ കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആക്കിയാൽ അങ്ങനെ. കുറച്ച് സോ ഹൗ ഡു യു സ്റ്റാർട്ട്? ഓർഡറിൽ തന്നെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, അതോ അറിയണ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് പിന്നെ അറിയണ ക്വസ്റ്റ്യൻസ് 15 minutes കൂൾ ഓഫ് ഫുൾ ടൈമിൽ ഓഫ് ടൈമിൽ ഓർഡർ ഉണ്ടാക്കി വെക്കും, ഏത് ഓർഡറിൽ ഡിസൈഡ് ചെയ്യാം? ആൻസർ ചെയ്യാൻ പോകുന്നത്. സഫീഷ്യന്റ് ആയിരുന്നോ 15 മിനിറ്റ്സ് പ്ലാൻ ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ? യെസ് യെസ്, സഫീഷ്യന്റ് ആയിരുന്നു. പിന്നെ ലൈക്ക് ലോ ഞാൻ പറഞ്ഞല്ലോ ടഫ് ആയിരുന്നു അന്ന്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചപ്പോ എനിക്ക് കുറച്ച് അയ്യോ എന്താ ചെയ്യാ അങ്ങനെ ആയപ്പോ എനിക്ക് ഓർഡർ ഒന്നും പ്ലാൻ ചെയ്യാൻ കിട്ടിയില്ല. ഏതാ ക്വസ്റ്റ്യനെ സ്കിപ്പ് ചെയ്യാന്ന് ആലോചിക്കാൻ കുറച്ച് ടൈം എടുത്തു. അപ്പൊ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അപ്പൊ തന്നെ ഒരു ഓർഡർ ഉണ്ടാക്കി എടുത്തു അങ്ങനെ. ഇസ് ഇറ്റ് ലൈക്ക് ഓക്കെ, നിങ്ങൾ ആദ്യം പറഞ്ഞു പ്രാക്ടിക്കൽസ് ഇഷ്ടമാണ്, അക്കൗണ്ട്സ് ഇഷ്ടമാണ് എന്നുള്ളത്. ഇസ് ഇറ്റ് ലൈക്ക് ലോ ഉം. ടഫ് ആണ്, അതോ തിയറി പേപ്പേഴ്സ് ടഫ് ആണ്? ഓഡിറ്റിംഗ് ലോയും ടഫ് ആണ് അങ്ങനെയാണോ, അതോ എനിക്കൊരു ഹാഫ് സമാധാനം കിട്ടുമോ അല്ല ഫുൾ ലോ സമാധാനം കിട്ടുമോ മൊത്ത നോക്കാനാണ്? ലോ മാത്രം ടഫ് ആയിരുന്നു? ലോ അല്ലല്ല ലോ മൊത്തത്തിൽ ടഫ് ഒന്നല്ല. എക്സാം എനിക്ക് ഒരു ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ആയില്ല അങ്ങനെ. ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും എന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നല്ല വന്നെ അങ്ങനെ. ഓക്കെ ഓക്കെ. ആൻഡ് ദെൻ വാട്ട് കെപ്റ്റ് യു ഗോയിങ്? ഞാൻ കണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കുറെ സ്റ്റോറി ബുക്ക് മാറി ഉണ്ടായിരുന്നു, കുറെ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞിട്ട്. ഉം. ആഹ്, പക്ഷെ പലതിന്റെ ലാസ്റ്റത്തെ റിക്വയർമെന്റ് ക്യൂട്ടായിരുന്നു, ലൈക്ക് ആ ഭയങ്കര. പക്ഷെ യാ യാ ഒബ്വിയസ്ലി എനിക്ക് എക്സാം ഹാളിൽ പുറത്തിരുന്നാണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ജഡ്ജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ആ എക്സാം ഹാളിലെ പ്രഷറിന്റെ ഇടയിൽ ഇത്രയും വലിയ സ്റ്റോറി ബുക്ക് കിട്ടിയിട്ട് ഓരോ കഥ വായിക്കുമ്പോൾ വാട്ട് കെപ്റ്റ് യു ഗോയിങ് ആ 3 മണിക്കൂർ എക്സാം എഴുതാൻ? ഇത്രയും കാലം പഠിച്ചത് ആ 3 hours എന്തെങ്കിലും എഴുതാനല്ലേ, അപ്പൊ മാക്സിമം അങ്ങോട്ട് എഴുതിയോണ്ടിരുന്നു. അതന്നെ, മാഷാ അല്ലാ. അറിയണതൊക്കെ എഴുതി വെച്ചു അങ്ങനെ. ഓഡിറ്റിംഗ് നമുക്ക് പോസ്റ്റ്പോൺ ആയിരുന്നു അല്ലേ? ലൈക്ക് ഐ തിങ്ക് ഇന്റർ ആ ഇന്റർൽ തന്നെയായിരുന്നു. എന്തായിരുന്നു നിങ്ങളെ പെട്ടെന്ന് തീർന്നിട്ടും അതായിരുന്നു എന്നോ, അതോ യു ആർ ഗ്രേറ്റ്ഫുൾ ടൈം കിട്ടിയതിന്? ആക്ച്വലി ബോത്ത്. ഫസ്റ്റ് അറിഞ്ഞപ്പോ അയ്യോ ഇത് മറ്റന്നാൾ തീരേണ്ടത് ഇനി 31st വരെ, ലൈക്ക് 6th എക്സാംസ് തുടങ്ങിയിട്ട് 31st വരെ, അത് അത്രയും ലോങ്. ലൈക്ക് മടുത്തിരുന്നു, ശരിക്കും നല്ല മടുത്തിരുന്നു. പക്ഷെ എന്നാലും അഗൈൻ ഞാൻ ഓഡിറ്റിംഗിൽ 2 ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്തിരുന്നു, അതും കൂടി പഠിക്കാൻ ടൈം കിട്ടി, അപ്പോ നല്ലതുമായി. വന്നാ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് പഠിച്ചത്? വന്നു. അതാ മറ്റേ 2 ചാപ്റ്റേഴ്സ് ഇല്ലേ, ഐറ്റംസ് ഓഫ് FS ആൻഡ് ഡിഫറെന്റ് എന്റിറ്റീസ്. ഓക്കെ. കുറച്ച് വലിയ ചാപ്റ്റേഴ്സ്. അതിന്റെ ക്വസ്റ്റ്യൻസ് വന്നു, അത് എഴുതാനും പറ്റി. മാഷാ ഷെസ, നിങ്ങള് എപ്പോഴെങ്കിലും ഈ പ്രിപ്പറേഷൻ പീരീഡിന്റെ ഇടയിൽ, ലൈക്ക് ബിഫോർ റൈറ്റിംഗ് ദി എക്സാംസ്, ഫെൽറ്റ് ലൈക്ക് നിങ്ങൾ എടുത്ത ഡിസിഷൻ തെറ്റായി പോയി ചാർട്ടേഡ് അക്കൗണ്ടൻസി, ഓർ എവർ യു ഫെൽറ്റ് ലൈക്ക് ഞാൻ എന്താ പറയാ പഠിക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ യു ഡൗട്ടഡ് യുവർ സെൽഫ്, അങ്ങനെ എന്തെങ്കിലും മൊമെന്റ്സ്? യെസ് ഉണ്ടായിരുന്നു. എന്തിനാ കോഴ്സ് എടുത്തെന്ന് ഇടക്കിടക്ക് തോന്നും.
ലൈക്ക് പക്ഷേ അഗൈൻ അതിന്റെ പ്ലസ് പോയിന്റ്സ് വിൽ കീപ് മീ ഗോയിങ് അങ്ങനെ. വാട്ട് കെപ്റ്റ് യു ഗോയിങ്? വാട്ട് കെപ്റ്റ് മീ ഗോയിങ് ലൈക്ക് ഞാൻ തന്നെ ഒറ്റക്ക് ചൂസ് ചെയ്തെടുത്ത കോഴ്സ് അല്ലേ, അപ്പൊ ദർ ഇസ് എ റീസൺ ദാറ്റ് ഐ ചോസ് ദിസ് കോഴ്സ് ഉണ്ടാവുമല്ലോ ഒബ്വിയസ്ലി. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ. ഓക്കെ, ഹൗ അബൌട്ട് ഇങ്ങനെ ചോദിക്കാം. ഇഫ് നിങ്ങൾ പെർഹാപ്സ് ഒരു ടൈം മെഷീൻ നമ്മൾ ബാക്കൊക്കെ പോവാണ് കഴിഞ്ഞ ജൂണിലേക്കോ, ലൈക്ക് എന്നാ നിങ്ങളെ ക്ലാസ്സസ് ഒക്കെ തുടങ്ങിയിരുന്നത്? ഇന്ററിന്റെയോ? ആ, മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തു തോന്നുന്നുണ്ട്. മാർച്ചിൽ. ഓക്കെ, വി ആർ ഗോയിങ് ടൈം മെഷീൻ, വി ആർ ഗോയിങ് ബാക്ക് 2025 മാർച്ചിലേക്ക് തിരിച്ചു പോവാണ്. ആൻഡ് യു ഗോയിങ് ടു റീഡു CA ഇന്റർ. എന്തൊക്കെയായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ചേഞ്ചസ് വരുത്തുക ഇപ്പൊ ഈ ചെയ്ത് പാറ്റേണിന്ന്? വാട്ട് എവർ യു റിയലൈസ് നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്സോ അല്ലെങ്കിൽ ഇനി നിങ്ങൾ ചേഞ്ച് എന്തെങ്കിലും വരുത്തുകയാണെങ്കിൽ എന്താ ചെയ്യാം? ഓക്കെ, തിയറി സബ്ജക്ട്സ് എടുക്കുന്നത് അന്നന്ന് പഠിക്കുക. ദാറ്റ് ഈസ് വൺ തിങ് ഐ വുഡ് ഡു ഫോർ ഷുവർ. ബിക്കോസ് ലാസ്റ്റ് വെച്ചിട്ട് ഓഡിറ്റിംഗ് ഒക്കെ ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടാണ് പഠിച്ചത്. ഞാൻ എടുത്തത് അന്നന്ന് പഠിച്ചിരുന്നില്ല. ഫസ്റ്റ് സാർ വന്നപ്പോ അങ്ങനെ പഠിച്ചു, പിന്നെ സാറ് പോയി, പിന്നീട് വന്നപ്പോ നെക്സ്റ്റ് സെഷനിൽ വന്നപ്പോ പിന്നെ ഞാൻ എടുക്കുന്നത് അന്നന്ന് പഠിക്കണേ ഉണ്ടായിരുന്നില്ല. പിന്നെ സ്റ്റഡി ലീവിൽ ഞാൻ കുടുങ്ങി. ഇത് തീരണില്ല, ലൈക്ക് അത്രയും വാസ്റ്റ് സബ്ജക്റ്റ് അല്ലേ, തീരുന്നേ ഇല്ല. ലോയും ഉണ്ട്, ഓഡിറ്റിംഗ് തിയറി എനിക്ക് ഇഷ്ടമല്ലല്ലോ, കാണാൻ പാഠം പഠിക്കുന്ന ഇഷ്ടമല്ല. ഇത് തീരുന്നില്ല. അപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ആദ്യം തൊട്ടേ പഠിക്കാൻ തുടങ്ങിയാൽ മതിയായിരുന്നു. മാഷാ അല്ലാ. Hmm, ടീ ഓർ കോഫി? ഐ ടേക്കിംഗ് ലോട്ട് ഡോണ്ട് ഓഫ് നോ. ടൈം. സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കണേക്കാൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അവിടെ. കോൾഡ് ഏതാ കോഫി. അറിയില്ല. കോൾഡ് കോഫി. ഓക്കെ, ദാറ്റ്സ് കൂൾ. ബിരിയാണി ഓർ മന്തി? ഡിപ്പെൻസ് ഓൺ മൈ മൂഡ്. ഡിപ്പെൻസ് ഓൺ യുവർ മൂഡ്. ഓക്കെ, ഏകദേശം ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ എന്താ ചെയ്യണമെന്നുള്ളത്. വാമിംഗ് അപ്പ് ലാസ്റ്റ് ആയിരുന്നു. വെച്ചിട്ട് എന്തോ ചോദിക്കും. ഞങ്ങളെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നു, വാമിംഗ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങള് മോർണിംഗ് സ്റ്റഡി ഓർ നൈറ്റ് സ്റ്റഡി? മോർണിംഗ് സ്റ്റഡി. മോർണിംഗ് സ്റ്റഡി. ഓക്കെ, എത്ര മണിക്കൂർ ഉറങ്ങും? 8 to 8ന്റെ മേലെ, ചിലപ്പോ 10 ഒക്കെ ആവും. ഓക്കെ, സ്റ്റൺസ് പെർഫോം ബൈ പ്രൊഫഷണൽസ്, പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. നിങ്ങൾ ഇതൊന്നും പറയില്ല കേട്ടോ, അതെ. ഞാൻ അത് കൊണ്ടേ കട്ടാക്കട്ടെ. അല്ല അപ്പോ ഓക്കെ, ഗുഡ്, മാഷാഅല്ലാ, ഗുഡ്, നത്തിങ് റോങ് ഇൻ ദാറ്റ്. ഡ്യൂറിങ് എക്സാംസ് വാട്ട് അബൌട്ട് ആ ഇടയിലുള്ള ലീവില്? 1.5 അപ്പോഴോ? ആ, അപ്പോഴും ഞാൻ 7 to 8 hours ഞാൻ ഉറങ്ങും. ഉറങ്ങലാണ് മെയിൻ. ഉറങ്ങല് ലൈക്ക് വെരി ഇമ്പോർട്ടന്റ് ആണ് എനിക്ക്. ഉറങ്ങി ഞാൻ 8 hours ഒക്കെ ഉറങ്ങും. ഗുഡ്, മാഷാഅല്ലാ. എന്നോട് ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ചോദിച്ചു, എനിക്ക് സ്ലീപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതാണ്. ഞാൻ സ്ലീപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൽ ഇപ്പൊ എന്താ കുഴപ്പം? നല്ലതല്ലേ ഈ ഒരു 6-7 മണിക്കൂറൊക്കെ ഉറങ്ങണേ? ഷീസ് ലൈക്ക് അങ്ങനല്ല, 8 മണിക്കൂറൊക്കെ ഉറങ്ങിയാലും പിന്നെയും പഠിക്കാനിരിക്കുമ്പോൾ വീണ്ടും പോയിട്ട് ഉറങ്ങും. സോ അറൌണ്ട് 10 മണിക്കൂർ അങ്ങനെയൊക്കെ. യു എവർ ഫെൽറ്റ് ലൈക്ക് ഓക്കെ ഞാൻ കുറച്ച് കൂടുതൽ ഉറങ്ങുന്നുണ്ട്, ഇത് കൺട്രോൾ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും? യെസ് യെസ്, ഞാൻ 10 hours ഒക്കെ ഇടയ്ക്ക് ഉറങ്ങലെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ആക്ച്വലി നല്ല കൂടുതലല്ലേ. പഠിക്കാൻ പിന്നെ ആകെ കുറച്ച് ടൈം അല്ലേ ബാക്കി വരുന്നുള്ളൂ. പക്ഷെ ഞാന് ഇത് ഉറങ്ങിക്കഴിഞ്ഞാല് പിന്നെ പകല് അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. രാത്രി അങ്ങനെ കുറെ ഉറങ്ങും അങ്ങനെ. അപ്പൊ പിന്നെ ലൈക്ക് ഡേ ടൈമിൽ ഓൾമോസ്റ്റ് പഠിക്കാൻ തന്നെ അധിക ടൈമും കിട്ടുമല്ലോ. പഠിക്കാൻ യൂസ് ചെയ്തിരുന്ന മെറ്റീരിയൽസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ ആണോ, ക്ലാസ് നോട്ട്സ് ആണോ? ഫാക്കൾട്ടി ഹാൻഡ് ബുക്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ ആക്ച്വലി വെരി കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഫാക്കൾട്ടി ഹാൻഡ് ബുക്സ്, നോട്ട്സ് അങ്ങനെയൊക്കെ. ഓക്കെ, മാഷാഅല്ലാ. നിങ്ങളെ ഏറ്റവും ഡിഫിക്കൽട്ട് വേണ്ട ഡിഫിക്കൽ ടെക്നിക്കൽ ഡിഫിക്കൽട്ടി ഹൗ യു കോൾ ഇറ്റ്, ഡിഫിക്കൽ സബ്ജക്ട്, ടെക്നിക്കൽ സബ്ജക്ട്? ലോ. ലോ തന്നെയാണ്. അടുത്ത ക്വസ്റ്റൻ എന്താ നിങ്ങൾക്ക് അറിയാപ്പോ? ഈസിയോ? ഓക്കെ, വെരി ഗുഡ്. പക്ഷെ അതല്ല, കോർപ്പറേറ്റ് ലോ ആണോ അതർ ലോ ആണോ പ്രശ്നം? ആക്ച്വലി അതർ ലോന്റെ ക്ലാസ്സസ് അധികം കിട്ടിയില്ല. ഉം, ഞാന് അപ്പോ ഒറ്റക്കൊക്കെ പഠിച്ച കോർപ്പറേറ്റ് ലോ
ചെറിയ ചാപ്റ്റേഴ്സ് ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു, കുഴപ്പമില്ല. രജിസ്ട്രേഷൻ ഓഫ് ചാർജസ് അതൊന്നും കുഴപ്പമില്ല. പിന്നെ വലിയ ചാപ്റ്റേഴ്സ് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അതർ ലോയിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി. പഠിക്കാൻ വലിയ കുഴപ്പമില്ല, പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമല്ല കാണാപ്പാടം അങ്ങനെ പഠിക്കണ്ടേ, ഈ അതുകൊണ്ടാണ് ഡിഫിക്കൽട്ട് ജനറൽ പറയുന്നത്. ക്ലോസും ഇന്റർപ്രിട്ടേഷനും ഒക്കെ ഭയങ്കര യക്ക്. ഐ മീൻ, എങ്ങനെ പഠിച്ചപ്പോ നിങ്ങള് ആ ഏരിയ ഒക്കെ? അത് ആക്ച്വലി ഞാൻ കുറച്ചേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നുവെച്ചാ അങ്ങനെ ബൈ ഹാർട്ടിങ് ആണ് ട്രൈ ചെയ്തത്, ബട്ട് ദാറ്റ് ഡിഡ്ന്റ് വർക്ക്. മറന്നുപോയി പെട്ടെന്ന്. ബൈ ഹാർട്ടിങ് മനസ്സിലാക്കാതെ ബൈ ഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയോ ആക്കി വെച്ചിട്ട് അങ്ങനെ. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഷസ, യു യു സ്കോർഡ് 73 ഇൻ ലോ. ഓക്കെ, ഐ മീൻ, ആ ഡിഫറൻസ് ഉണ്ടല്ലോ. നമ്മൾ 40 കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയണതും 73 അവിടെ കിടക്കണേ. ലൈക്ക് ഐ എനിക്കൊരു ഡോണ്ട് നോ ക്യൂരിയോസിറ്റി, അതെങ്ങനെ വന്നേ. സർട്ടിഫൈഡ് കോപ്പീസ് നോക്കിയിട്ട് ഒന്ന് ആൻസർ ഷീറ്റ് നോക്കാന്. ലൈക്ക് നമ്മളെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ സാധാരണ ഈ ബുജിയൊക്കെ, ഞാൻ എത്ര പഠിച്ചാലും ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയണ. സബ്ജക്ട് പഠിക്കൊക്കെ എൻജോയ് ചെയ്തു. ചെയ്തിക്കണു, Yeah, പക്ഷെ ലോയിൽ പഠിച്ചെഴുതും. എനിക്കറിയില്ല. ഞാന് ഗോ 73 ഹെഡ്, ഗോ എങ്ങനെ ഹെഡ്. വന്നത് എനിക്ക് അറിഞ്ഞൂടാ. മാഷാ. എങ്ങനെ? സബ്ജക്ട് എൻജോയ്ഡ് ദ മോസ്റ്റ്. യാ. അക്കൗണ്ട്സ്, മൈ ഫേവറേറ്റ് സബ്ജക്ട്. റീസൺ ഫോർ ചൂസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. മാഷാ. എങ്ങനെ ബ്രേക്സ് എടുത്തിരുന്നു നിങ്ങൾ പഠിക്കുന്ന സമയത്ത്? ഈസ് ഇറ്റ് ലൈക്ക് ഡെയിലി? ഇഷ്ടപ്പെട്ട ഹോബി എന്താ, ആക്ടിവിറ്റി എന്താ? ബ്രേക്സ് എടുക്കുമ്പോ ഞാൻ ചെയ്യുന്ന കാര്യം, ലൈക്ക് ഇവിടെ നെഫ്യൂ നീസ് ഓരൊക്കെ ഉണ്ടാവും, ഓരോപ്പം ഇങ്ങനെ സ്പെൻഡ് ചെയ്യും ടൈം, അല്ലെങ്കിൽ ഫോൺ നോക്കിയിരിക്കും അങ്ങനെ. പ്ലാൻഡ് ബ്രേക്സ് ആയിരുന്നോ? ലൈക്ക് ഫോൺ നോക്കുകയാണെങ്കിൽ ഇത്ര ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ, എന്നിട്ട് ടൈം ഓവർ യൂസ് വരുന്ന സിറ്റുവേഷൻ? പ്ലാൻഡ് ബ്രേക്സ് തന്നെയാണ്. ഞാൻ വിചാരിക്കും ലൈക്ക് ഇത്ര നേരം പഠിച്ചാൽ ഇത്ര നേരം ബ്രേക്ക്, പക്ഷെ അതിനേക്കാളൊക്കെ ബ്രേക്ക് എടുക്കാറുണ്ട് എന്നാലും. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ 2 hours പഠിക്കാനുള്ള കാര്യം വേഗം എങ്ങനെയാലും 1.5 hours തീർത്തിട്ട് അപ്പൊ പിന്നെ കൂടുതൽ ബ്രേക്ക് എടുക്കാലോ. എക്സാം അടുപ്പിച്ചായപ്പോ കംപ്ലീറ്റ്ലി ഫോൺ മാറ്റി വെക്കേ, ഇനി സോഷ്യൽ മീഡിയ അവോയ്ഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും? ഇല്ല ഇല്ല, ഞാൻ ലിമിറ്റ് ചെയ്തിരുന്നു, പക്ഷെ അങ്ങനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടൊന്നും. ലൈക്ക് എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ആവറേജ് ഒരു യൂസർ ഫോണിൽ, ലൈക്ക് ഇങ്ങനെ ബ്രേക്സിൽ അത് എനിക്കറിയില്ല. നോക്കിയിട്ടില്ല? ഫോണിൽ തന്നെ ക്വസ്റ്റ്യൻസ് നോക്കാനും ഫോൺ എടുക്കും, അതിന്റെ ഇടയിൽ ചിലപ്പോ ബ്രേക്ക് കൊടുക്കും അങ്ങനെ. ഓക്കെ. ഷെസ, ഐ ഡോണ്ട് നോ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നത് മേ ബി ഇഫ് യു ആർ ദി ആപ്റ്റ് പേഴ്സൺ ടു ആൻസർ ഇറ്റ്, ബട്ട് സ്റ്റിൽ ജസ്റ്റ് നിങ്ങളൊരു പെർസ്പെക്റ്റീവ് അറിയാൻ വേണ്ടിയിട്ട്. യാ, വി നോ ദാറ്റ് ഫെയിൽ ആവുന്ന സ്റ്റുഡൻസ് ആണ് കൂടുതൽ റിസൾട്ട് വരുമ്പോൾ. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരുപാട് പേര് ഫെയിൽ ആയിട്ടുണ്ട്. സോ ബേസിക് തിങ് ദേ വോണ്ട് ടു നോ. ഇനിയിപ്പോൾ ഏകദേശം 60 ഡേയ്സ് ഉള്ളത്, ആൻഡ് ഏകദേശം നിങ്ങൾ ഒക്ടോബറിൽ എന്താ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ നവംബർ ഡിസംബർ അറൌണ്ട് യു ഗോട്ട് 2.5 months ആൻഡ് യു സ്കോർഡ് എ Yes. റാങ്ക്. അതും വെറും റാങ്ക് അല്ല, ഓൾ ഇന്ത്യ റാങ്ക് 2 സ്കോർ ചെയ്തു, മാഷാഅല്ലാ. സോ 60 ഡേയ്സ് റിമൈനിങ് ഫോർ എക്സാംസ്. അതെങ്ങനെ അപ്രോച്ച് ചെയ്യണം? ദാറ്റ് ഇസ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദർ ഇസ് എ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓൾസോ. ഐ ഡോണ്ട് നോ വെദർ അതും ഇതിന്റെ കൂടെ ഇപ്പൊ തന്നെ ചോദിച്ചിരുന്നോ, അതോ നിങ്ങൾ ഫസ്റ്റിന്റെ ആൻസർ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കണമെന്നുള്ളത്? എന്താ ചെയ്യേണ്ടത്? ഞാനത് പറയാം. യാ, ഗുഡ്, ഗോ ഹെഡ്. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഓവറോൾ പ്ലാൻ എങ്കിലും ഉണ്ടാക്കണം. ഞാൻ ഈ ഓക്കെ. ഇതാകുമ്പത്തിനും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും, പിന്നീട് അങ്ങോട്ട് മോക്ക് എക്സാംസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഒരു 2-3 മോക്ക് എക്സാംസ് എഴുതണം, ലൈക്ക് വിത്ത് ടൈമർ 3 hours വെച്ചിട്ട് തന്നെ എഴുതണം. 3 hours വെച്ചാൽ മതി, 15 minutes സ്കൂൾ ഓഫ് ടൈം ഇല്ലാതെ എഴുതാൻ നോക്കുക. കാരണം അത് നമുക്ക് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് നമുക്കറിയില്ല. ബിക്കോസ് അവിടെ പോയിട്ട് നമുക്ക് ആ ടൈമിൽ തന്നെ റോൾ നമ്പർ ഫില്ല് ചെയ്യണം. പിന്നെ എക്സാം ഹാളിലാവുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് വേറെയും വരും. അപ്പൊ നോർമലി എത്ര ടൈം കിട്ടും അതിനൊരു 10 minutes ഒക്കെ കുറച്ചിട്ട് തന്നെ ടൈമർ വെച്ചിട്ട് മോക്ക് എക്സാംസ് എഴുതാൻ നോക്കുക. ടൈം സോ മാനേജ്മെന്റിന് നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഹൗ ടു ഡു ഇറ്റ് ഷെസ? ഞാൻ സ്റ്റുഡൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ CNR ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് ഞാൻ. മോക്ക് ടെസ്റ്റ് ഇപ്പോൾ എൻ്റെ ഈ സ്റ്റഡീസിൻ്റെ ഈ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ത് പോകണോ, അതോ ലാസ്റ്റൊക്കെ മാറ്റി വെക്കണോ? റിവിഷൻ്റെ ടൈമിൽ ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. എങ്ങനെ ചെയ്യണോ? ഞാൻ ലാസ്റ്റ്ക്ക് മാറ്റി വെച്ച, പക്ഷെ അത് ആക്ച്വലി നല്ലതല്ല. ബിക്കോസ് ഞാൻ 2 മോക്ക് സീരീസ് വാങ്ങിയാലും 2 മോക്ക് ടെസ്റ്റിൽ എനിക്ക് ആകെ ഒന്നേ എഴുതാൻ ടൈം കിട്ടിയുള്ളൂ. ലാസ്റ്റ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ
തീരുന്ന അനുസരിച്ചിട്ട് എഴുതാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഞാൻ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ. അപ്പൊ ഞാൻ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിന്റെ ടെസ്റ്റ് അങ്ങനെ അങ്ങനെ എഴുതി പോയിരുന്നു. അപ്പൊ ഇനി ഐഡിയലി ഉള്ള ഈ 60 ഡേയ്സിൽ വുഡ് യു സജസ്റ്റ് എന്തെങ്കിലും ഇത്ര ഡേയ്സ് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്? ഞാൻ റിവിഷൻ എത്ര ഡേയ്സ് മാറ്റി വെക്കണം, സ്റ്റഡീസിന് ഇങ്ങനെ മാറ്റി വെക്കണം, ഓരോ സബ്ജക്റ്റിന് ലൈക്ക് ഞാൻ എത്ര മാറ്റി വെക്കണം, ഡെയിലി എല്ലാ സബ്ജക്റ്റും പഠിക്കണോ, അതോ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? അതൊക്കെ ഒബ്വിയസ്ലി ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. നമ്മുടെ സ്ട്രോങ് സബ്ജക്റ്റിന് ഉള്ള ഡേയ്സും വീക്ക് സബ്ജക്റ്റിനുള്ള ഡേയ്സും മാറുമല്ലോ. അതിനനുസരിച്ചിട്ട് തന്നെ പ്ലാൻ ചെയ്യാം. വീക്ക് സബ്ജക്ട്സ് എന്നും കവർ ചെയ്യാൻ നോക്കാം. ഇപ്പൊ എനിക്ക് ഓഡിറ്റിംഗ് ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ് എടുത്തപ്പോ ഞാൻ അന്നന്ന് പഠിച്ചു പോയില്ല. അപ്പൊ ഞാൻ ഓഡിറ്റിംഗിന് ഒരു 25 ഡേയ്സ് പ്ലാൻ എവിടുന്നോ എനിക്ക് കിട്ടി, അത് ഫോളോ ചെയ്തു. പക്ഷെ അതിലും ഇടയിൽ അവിടെയും ഇവിടെയും കൊളായി. അപ്പൊ പിന്നെ അഗൈൻ വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ച അങ്ങനെയാണ് ഓഡിറ്റിംഗ് പഠിച്ചത്. എന്നും പഠിക്കുമായിരുന്നു ഓഡിറ്റിംഗ്. അങ്ങനെ നമ്മള് വീക്കർ ആയിട്ടില്ല അല്ലെങ്കിൽ കവേർഡ് എല്ലാം തോന്നുന്ന സബ്ജക്ട്സ് എന്നും കവർ ചെയ്യുക. പിന്നെ എല്ലാ സബ്ജക്റ്റും എന്നും ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 2 to 3 സബ്ജക്ട്സ് അങ്ങനെ പോയിരുന്നു. വാട്ട് വാസ് യുവർ സിറ്റുവേഷൻ ആ ഒരു ഈ പറഞ്ഞ സ്റ്റഡി ലീവിന്റെ ടൈം എത്തിയപ്പോഴേക്കും, ലൈക്ക് ഒക്ടോബർ ആയപ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം സിലബസിന്റെ എല്ലാ സബ്ജക്ട്സിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ ഉണ്ടായിരുന്നു, ആൻഡ് ദെൻ യു ഹാഡ് എ പ്ലാൻ? അപ്പോഴേക്കും ഓൾറെഡി ഓരോ ചാപ്റ്ററിന് എത്ര ടൈം സ്പെൻഡ് ആവും അങ്ങനെയൊക്കെ ആയിരുന്നോ, അതോ ഒരു ഫ്രഷർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ? അതെന്തായാലും അല്ല, ബിക്കോസ് യു ടോൾഡ് മീ പ്രാക്ടിക്കൽ പേപ്പേഴ്സ് നിങ്ങൾ ഡെയിലി പഠിച്ച് പോകുന്നുണ്ടായിരുന്നു എന്നൊക്കെ. തിയറി അങ്ങനെയല്ല എന്നുള്ളത്. സോ ലൈക്ക് എത്ര പെർസെന്റേജ് കംപ്ലീറ്റ് ആയിരുന്നു ഓരോ സബ്ജക്ട്സിന്റെ ബൈ ദ ടൈം യു ആർ സ്റ്റാർട്ടിങ് യുവർ റിവിഷൻ ഒക്ടോബറിൽ? ഓക്കെ, പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ് തന്നെ ശ്രദ്ധിച്ച് അങ്ങനെ പഠിക്കാറാണ്. അപ്പൊ പിന്നെ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും ഓൾമോസ്റ്റ് കവേർഡ് ആണ് എന്റെ പ്രാക്ടിക്കൽ സബ്ജക്ടിന്റെ സൈഡ്. പിന്നെ റിവിഷൻ എന്നുള്ളതേ ഉള്ളൂ. തിയറി സബ്ജക്ട്സ് ആണ് ഞാൻ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. സാർ എന്തെന്ന് ചോദിച്ചേ? ഞാൻ എന്തെങ്കിലും ചോദിച്ചേ? എത്ര എനിക്ക് പെർസെന്റേജ് ഓർമ്മയില്ല. കംപ്ലീറ്റ് ആയിരുന്നു എന്നുള്ള ഓരോ സബ്ജക്ട്സ് റിവിഷന്റെ ടൈം ആയപ്പോഴേക്കും, സ്റ്റാർട്ട് ആ ചെയ്യാൻ ആ നിൽക്കുമ്പോഴേക്കും? പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ തന്നെ പഠിച്ചു പോയിരുന്നു പറഞ്ഞില്ലേ, ക്ലാസ്സിൽ നിന്ന് തന്നെ. അപ്പോ ഓൾമോസ്റ്റ് വൺ ടൈം കവേർഡ് ആണ് പ്രാക്ടിക്കൽ സബ്ജക്ട്സ്. പിന്നെ ഉള്ളത് തിയറി സബ്ജക്ട്സ്. തിയറി സബ്ജക്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സാംസ് കണ്ടക്ട് ചെയ്ത പോർഷൻസ് അതൊക്കെ കവേർഡ് ആണ്. പക്ഷെ മറ്റേ പോർഷൻസ് കവേർഡ് അല്ലായിരുന്നു. അപ്പോ ഓഡിറ്റിംഗ് ഒന്നും തീരെ കവേർഡ് അല്ലായിരുന്നു. ഓഡിറ്റിംഗ് ഞാൻ സ്റ്റഡി ലീവിന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി. തിയറി സബ്ജക്ട്സ് കവർ ആവണല്ലോ, ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഓഡിറ്റിംഗ് 25 ഡേയ്സ് പ്ലാൻ കിട്ടി. അത് ഓഡിറ്റിംഗ് ഇട്ടു. പിന്നെ അതിന്റെ കൂടെ ഈ ടെസ്റ്റ് സീരീസ് 2 ടെസ്റ്റ് ആണ് ഒരു ദിവസം ഉണ്ടാവുക. അതും ഇട്ട് എല്ലാം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി. അത് ഓൾമോസ്റ്റ് ഫോളോ ചെയ്യാൻ നോക്കി അങ്ങനെ. ഈ ടാക്സ് ഒക്കെ ഇപ്പൊ ഭയങ്കര വാസ്റ്റ് അല്ലേ? ഞാൻ കമ്മിങ് ബാക്ക് ടു നമ്മളെ കുറച്ച് ബാക്ക് തന്നെ പോവാട്ടോ. നിങ്ങൾ സബ്ജക്ട് വൈസ് ടോപ്പിക്സ് ചോദിച്ച കൂട്ടത്തിൽ ഞാൻ പറയാം. ടാക്സിലിപ്പോ എങ്ങനെ പ്ലാൻ ചെയ്തു? DTI DT? ഓക്കെ, സോ DT IDT ഞാൻ 2 സബ്ജക്റ്റ് ആയിട്ടാണ് കണ്ടത്. അപ്പൊ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. DTന്റെ ആക്ച്വലി ഫാക്കൾട്ടീന്റെ ബുക്ക് ഭയങ്കര കൺസൈസ് ആയിരുന്നു. കുറച്ചുണ്ടായിരുന്നുള്ളൂ, വേഗം തീരും. റിവിഷൻ ഒക്കെ വേഗം വേഗം തീർന്നു പോയിരുന്നു. GST പിന്നെ സാറ് ഫാക്കൾട്ടി ക്ലാസ്സിൽ തന്നെ എല്ലാരും നിർത്തിയിട്ട് അങ്ങോട്ട് പഠിപ്പിക്കും. നിന്ന് നിൽക്കുക, പഠിക്കുക, ഇരിക്കുക. അപ്പൊ GST കവേർഡ് ആണ്. DT ആവുമ്പോ ലൈക് ഫാക്കൾട്ടീന്റെ ബുക്ക് കുറച്ചുണ്ടായിരുന്നു, എല്ലാ ടോപ്പിക്സും കവേർഡ് ആയിരുന്നു. അപ്പൊ അങ്ങനെ വേഗം റിവൈസ് ചെയ്യാൻ പറ്റും. ആ പോയിന്റ് എഴുതിയെടുക്കട്ടെ, നിർത്തി പഠിപ്പിക്കുക കുട്ടികളെ. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഓക്കെ. ഷെസ, എനിക്ക് പൊതുവെ ഇപ്പൊ അക്കൗണ്ട്സ് ആയാലും ടാക്സ് ആയാലും എനിക്കൊരു ഫിക്സഡ് പാറ്റേൺ കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ PGBPയില് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ലൈക്ക് നോട്ട് എവറി ക്വസ്റ്റ്യൻ ഇസ് ഹാവിംഗ് ഡിഫറെന്റ് അഡ്ജസ്റ്റ്മെന്റ്. എല്ലാത്തിലും ഒരു 70% സെയിം ആണ്, ബാക്കി കുറച്ച് മാത്രമേ ഡിഫറെന്റ് ഉള്ളൂ. അക്കൗണ്ട്സ് ആയാലും നമുക്ക് ഏകദേശം അവർ തന്ന അഡ്ജസ്റ്റ്മെന്റ്സിനനുസരിച്ച് നമ്മൾ വർക്കിംഗ് ഔട്ട് ഉണ്ടാക്കണം, ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. വൺ ഏരിയ ദാറ്റ് ഐ ഫെൽ ഡിഫിക്കൽട്ട് വാസ് കോസ്റ്റിംഗില്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയലിൽ ഒരു പക്ഷെ ഒരേ പാറ്റേൺ അല്ല, പല സ്റ്റൈലിലായിട്ടാണ് അവർ സോൾവ് ചെയ്തതെന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ആൻഡ് ഞാൻ എൻ്റെ ഇത് പറയട്ടെ, ഫാക്കൽറ്റി പഠിപ്പിച്ചിരുന്ന പാറ്റേണും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പാറ്റേണും കംപ്ലീറ്റ്ലി ഡിഫറെന്റും ആയിരുന്നു. ഇഫ് യു ഫെൽറ്റ് ദ സെയിം, ഫസ്റ്റ് ഓഫ് ഓൾ ഡിഡ് യു ഫീൽ ദ സെയിം? ഇഫ് സോ, എങ്ങനെയാണ് ആ പേപ്പർ യെസ്, അപ്രോച്ച് ചെയ്തത്? ലൈക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ തന്നെ ഓരോ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ വേറെ വേറെ പോലെ ആയിരിക്കും ആൻസർ ഉണ്ടാവുക. അപ്പം നമുക്ക് തന്നെ കൺഫ്യൂഷൻ, അത് ഇങ്ങനെ ചെയ്യണോ അതോ മറ്റേ പോലെ ചെയ്യണോ. അപ്പൊ കോസ്റ്റിംഗിൽ നമുക്ക് വേണ്ടത് ഒബ്വിയസ്ലി കൺസെപ്ച്വൽ ക്ലാരിറ്റി ആണ്, വിച്ച് എനിക്ക് അത്രക്ക് ഉണ്ടായില്ല. പിന്നെ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഇരുന്ന് ചെയ്തിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി.
റിവ്യൂവർ ഒക്കെ മേടിച്ചിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് മേടിച്ചിട്ട് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തപ്പോ ഓൾമോസ്റ്റ് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഒക്കെ വന്നു അങ്ങനെ. യു കെയിം ടു ദി കൺക്ലൂഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയലിലുള്ള ഓരോ ആൻസറിന്റെ ഡിഫറൻസ് എന്തുകൊണ്ടാ എന്നുള്ളതാണോ കോൺസെപ്റ്റോട് മനസ്സിലായത്, അതോ ആ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസിനും ഒരേ പാറ്റേണിൽ സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ലിലേക്ക് എത്താണോ ചെയ്തത്? യെസ്, ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ഒരേ പാറ്റേണിൽ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യണം, എന്നാല് നമുക്ക് ഈസിയർ ആവുമല്ലോ. ഓക്കെ ഓക്കെ, യാ ഷെത, ഞാൻ നേരത്തെ പെൻഡിങ് വെച്ച ഒരു ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ലൈക്ക് ഒരുപാട് സ്റ്റുഡൻസിന് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, പിന്നെ 60 ഡേയ്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ കൂട്ടത്തിൽ തന്നെ ലൈക്ക് ഞാൻ അത് പറയും ചെയ്തു ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കണ ആപ്റ്റ് ആണോ എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഒരു പക്ഷേ നിങ്ങളെ പെർസ്പെക്റ്റീവ് ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഷെത, ഐ ആം എ സ്റ്റുഡന്റ്. ഞാൻ ഒരു 4-5 അറ്റംപ്റ്റ് എടുത്തു, പോയി ഇപ്പോഴും ക്ലിയർ ചെയ്തിട്ടില്ല CA ഇന്റർ. ആൻഡ് എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ, എനിക്ക് കഴിഞ്ഞ വട്ടത്തിനേക്കാളൊക്കെ ഇപ്രാവശ്യം നല്ലോണം പഠിച്ചിട്ടും എനിക്ക് കഴിഞ്ഞ വട്ടത്തിനേക്കാളും മാർക്സ്, ഞാൻ എങ്ങോട്ടാ പോകണമെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ആൻഡ് ഐ എം ഗിവിംഗ് യു ടൈം ടു തിങ്ക്. എനിക്ക് എനിക്ക് എന്താ സീരിയസ് ആയി, പറയണ്ടെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോസിറ്റ് നിങ്ങൾക്ക് ടൈം തന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് സീരിയസ് ആയി പഠിച്ചിട്ട് എനിക്ക് കഴിഞ്ഞ വട്ടത്തിനേക്കാളും മാർക്സ് ഇപ്രാവശ്യം കുറയാ ചെയ്ത്. സോ വീട്ടിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ട്. ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാം കേട്ടോ, എസ്പെഷ്യലി നിങ്ങൾ ഓൾ ഇന്ത്യ റാങ്ക് ആയതുകൊണ്ട്. ആൻഡ് ഐ മേക്കിംഗ് ഇറ്റ് ഈവൻ മോർ കോംപ്ലിക്കേറ്റഡ് ബിക്കോസ് ഓൾ ഇന്ത്യ റാങ്ക് 2. വീട്ടിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ട്. കോഴ്സ് ഞാൻ അത് കാര്യം പറയട്ടോ, വൈദവേ വരുന്ന കുറെ മെസ്സേജസ് ആണ്. ബിക്കോസ് ഓബ്വിയസ്ലി പാരന്റ്സിനും ഭയങ്കര കൺസേൺ ഉണ്ട്, അവരുടെ സ്റ്റുഡൻസ്, അവരുടെ കുട്ടികൾ ഈ കോഴ്സ് തന്നെ എത്ര ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പൊ എനിക്ക് ഡെസ്പറേറ്റ്ലി ഈ കോഴ്സ് ചെയ്യണം എന്നുണ്ട്, പക്ഷെ ഞാൻ പഠിച്ചിട്ട്. ഓക്കെ അല്ലേ? യെസ് ഷെസ, വി ആർ ബാക്ക്. എന്തോ എനിക്കത് ഓഡിറ്റ് എക്സാം പോസ്റ്റ്പോണ്ട് ആയ പോലെ എനിക്ക് ആ ഫീൽ വന്നു കേട്ടോ. ഞങ്ങളോട് ആ ക്വസ്റ്റ്യനും ചോദിച്ച് ക്വസ്റ്റ്യൻ പേപ്പറും ലീക്ക് ആയി. എന്നിട്ട് പഠിച്ചവനെന്തോ കണ്ടറിഞ്ഞ് സൂമിന്റെ സെഷനാണ് കട്ടായി, നിങ്ങൾക്ക് അത്യാവശ്യം ടൈമും കിട്ടി. യെസ്, ഐ ഹോപ്പ് ക്വസ്റ്റ്യൻ വാസ് ക്ലിയർ. പക്ഷെ ഇതൊന്നും അതിനുള്ള ഇനഫ് ടൈം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. Yeah. കം ഓൺ, 90 മാർക്സ് ആവറേജ്. എന്താ പറയാ, എന്റെ ഒരു സാറ് പറഞ്ഞിരുന്നു, സാറ് കുറച്ച് അറ്റംപ്റ്റ്സ് ഒക്കെ എടുത്തിരുന്നു. അപ്പൊ സാറ് പ്രോബബ്ലി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായിരുന്നെങ്കിൽ ചിലപ്പോ വല്ല എംപ്ലോയ്മെന്റിനും പോയിട്ട് അവിടെ തന്നെ സ്റ്റക്ക് ആയിരുന്നു. പക്ഷെ ഇപ്പൊ സാറ് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാ. കുറെ അറ്റംപ്റ്റ്സ് എടുത്തപ്പോ സാർ അതിന്റെ ഇടയിൽ കൂടെ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ടൈം ഉണ്ട്. നിങ്ങളുടെ ടൈമില് നമ്മൾ പാസ്സാവും, ഓരോരുത്തരുടെ ടൈമിൽ. ദാറ്റ് ഇസ് മൈ ആൻസർ. എല്ലാത്തിനും അതിൻ്റെതായ ടൈമുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ പേർപ്പസും ഉണ്ട്. ഒരു പക്ഷേ എക്സാക്ട്ലി. ഇപ്പൊ നമ്മൾ ബാക്കൊക്കെ നോക്കുകയാണെങ്കിൽ ലൈഫിൽ ഉണ്ടായിരുന്ന പല ഫെയിലിയേഴ്സും, അന്ന് അത് സംഭവിച്ചത് നന്നായി, അത് കാരണം ഞാൻ ഇങ്ങനെ ഒരു ചേഞ്ച്, ഡിസിഷനിൽ മാറ്റം വന്നു. ആൻഡ് അങ്ങനെ ഒരു മൊമെന്റ് ലൈക്ക് പറഞ്ഞപ്പോഴാട്ടോ എനിക്ക് ഐ എം റിയലി ഇംപ്രസ് ബൈ ദി ആൻസർ. ഓക്കെ, കാരണം ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ CA കംപ്ലീറ്റ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, ബിസിനസ് ഫ്ലോപ്പ് ആയപ്പോൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്ത് ചില റീസൺസ് കാരണം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നപ്പോൾ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്ത്, ഇപ്പം എന്തോ അൽഹംദുലില്ലാ പഠിച്ചോ 3 കൂടി തന്ന മാതിരി. സോ ഐ ആക്ച്വലി ഫീൽ ഒരു പക്ഷേ അന്ന് ഇപ്പോൾ ബിസിനസ് പ്രോപ്പറായിട്ട് പോയിരുന്നെങ്കിൽ വേറെ ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതെ, നിങ്ങൾ ആക്ച്വലി റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവില്ല എന്ന് ഐ ഹോപ്പ്. നിങ്ങൾ ഫെയിലിയർ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ അറ്റ് എനി സ്റ്റേജ് സംവെയർ? ഫെയിലിയർ ആസ് അക്കാഡമിക് ഫെയിലിയർ നോ, ബാക്കി എനിക്കറിയില്ല. ഓക്കെ, ഓക്കെ ഷസ, ഐ തിങ്ക് ദാറ്റ് വാസ് മോർ ദാൻ സഫീഷ്യന്റ്. അത്യാവശ്യം നമ്മളെ സ്റ്റുഡൻസിന് ആവശ്യമുള്ള പോയിന്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇഫ് ഐ വർ ടു ആസ്ക് യു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി എന്തെങ്കിലും ഒരു ടിപ്പ്, ഒരു ഗോൾഡൻ റൂൾ വെർബൈ നമുക്ക് പാസ്സാവാൻ, വേണ്ട പാസ്സാവല് പോട്ടെ, നല്ല മാർക്സ് സ്കോർ ചെയ്യേണ്ട, അല്ലെങ്കിൽ വേണ്ട ഒരു ടിപ്പ്, വേണ്ട ഒരു ടിപ്പ്, ഐ പ്രിസ്യൂം നിങ്ങൾ പറയാ ഡെയിലി എടുക്കണമെന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഗിവ് മി 3 ടിപ്സ് CA എക്സാംസിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാ സബ്ജക്റ്റിലും. ഫസ്റ്റ് ഓഫ് ഓൾ ടൈം മാനേജ്മെന്റിന്റെ ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ഇപ്പൊ തിയറി സബ്ജക്റ്റ് ആണെങ്കിലും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടൈം മാനേജ്മെന്റ്, ലൈക്ക് നമ്മൾ ടൈമർ വെച്ചിട്ട് തന്നെ ചെയ്യാ. അങ്ങനെ അതാണ്, ദാറ്റ് വുഡ് ബി വൺ. പിന്നെ ഇപ്പൊ എന്താ, എടുക്കണ്ടെന്നൊന്ന് പഠിക്കുക. സെക്കൻഡ് വൺ. ആൻഡ് തേർഡ് വൺ, ഹാവ് എ പ്ലാൻ. ഈവൻ ഇഫ് അതിന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവുക. നിങ്ങളെ പ്ലാന്റെ അത് പറഞ്ഞപ്പോട്ടോ, ജസ്റ്റ് വൺ മോർ, നിങ്ങളെ പ്ലാന്റെ ഇടയിൽ നിങ്ങൾ പ്ലാന്
വിചാരിച്ച മാതിരി വർക്ക്ഔട്ട് ആവണില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ലോങ് പ്ലാൻസ് വെക്കാറില്ലെന്ന്, അടുത്ത വീക്കിലേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ പ്രോസസ്സിന് ഉം. ഇടയിൽ എപ്പോഴെങ്കിലും യു ഫെൽറ്റ് ലൈക്ക് ഒറ്റ ഗ്രൂപ്പിലേക്ക് ഒതുങ്ങാ? ആക്ച്വലി നോ, എനിക്ക് തോന്നിയിരുന്നു ലൈക്ക് ഒറ്റ ഗ്രൂപ്പ് ആണെങ്കിൽ ഇതിന്റെ ഹാഫ് ദി എഫേർട്ട് മതിയാവും, അത് ആക്ച്വലി നല്ല സിമ്പിൾ ആവും അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ബോത്ത് തന്നെ എഴുതാ അങ്ങനെ തന്നെ വിചാരിച്ച. സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്യണതിന്റെ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ തിയറി സബ്ജക്ട്സ് ഒന്നും തീരെ കവേർഡ് അല്ലായിരുന്നു, അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ഒരു ഗ്രൂപ്പ് ആക്കണം. പിന്നെ സ്റ്റഡി ലീവ് ഇങ്ങനെ പഠിച്ചു പോയപ്പോ മൂവ് ചെയ്യണ്ടായിരുന്നു, അപ്പൊ ഐ വാസ് ഓക്കെ. ഓക്കെ. പിന്നെ വൺ അതർ തിങ് ഐ ഡിഡ് വാസ്, ഞാൻ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു ഓരോ സബ്ജക്റ്റിനും. ഒരു ബുക്ക് എടുത്തിട്ട് ഓരോ പേജ് ഓരോ സബ്ജക്ട്, പിന്നെ ചെക്ക് ലിസ്റ്റ് അക്കൗണ്ട്സിന് ഒരു പേജ്, അങ്ങനെ ഓരോ സബ്ജക്റ്റിനും ഓരോ പേജ്. എന്നിട്ട് ഉം, ഓരോ ലൈക്ക് ക്ലാസ്സസ് കഴിഞ്ഞോ, ഫസ്റ്റ് റിവിഷൻ കഴിഞ്ഞോ, ക്വസ്റ്റ്യൻ ടെസ്റ്റ് എഴുതിയോ, ടെസ്റ്റിന്റെ മാർക്ക് അങ്ങനെ, സ്റ്റഡി മെറ്റീരിയൽസ് ക്വസ്റ്റ്യൻസ് കവേർഡ് ആണോ, ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്തോ, അങ്ങനെ ഓരോ ബോക്സ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. എനിക്ക് ടിക്കറ്റ്. തന്നെ എന്റെ ആ എവിടെ എത്തിന്ന് അറിയാന്, ആൻഡ് am I lagging or am I on track അങ്ങനെ അറിയാൻ. ഓ, ഐ വുഡ് ആക്ച്വലി വിഷ് ടു സീ ദാറ്റ് ചെക്ക് ലിസ്റ്റ് ഓവർ ഹിയർ. ഞാൻ അറ്റ്ലീസ്റ്റ് ഈ സെഷനിൽ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാനത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഹൗ ഡസ് ഇറ്റ് ഫീൽ ഇപ്പൊ നോക്കുമ്പോൾ? കംപ്ലീറ്റ് ആണ് എല്ലാ സബ്ജക്റ്റും, എല്ലാ ചെക്ക് ലിസ്റ്റും ഫുൾ ടിക്ക് ആണ്? ഇല്ല ഇല്ല ഇല്ല, കൊറേ ബ്ലാങ്ക് ആണ്. എന്നാലും എനിക്കൊരു ഐഡിയ ഉണ്ടല്ലോ ഏകദേശം കവേർഡ് ആണെന്നുള്ള. മാഷാ അല്ലാ, അത് പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് അയച്ചു തരും കേട്ടോ, അത് ഇൻക്ലൂഡ് ചെയ്യാം ഓക്കെ. വീഡിയോയിൽ. സോ താങ്ക് യു ഷിസ, ഇറ്റ് വാസ് an amazing സെഷൻ ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ്. ഞാൻ നിങ്ങൾ ഇങ്ങനെ സെഷനിൽ വരുമോ, സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആവുന്നു. ബിക്കോസ് ഞാൻ സാധാരണ ഓരോ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫെയിൽ ആയ സ്റ്റുഡൻസിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയാണ്. കുറച്ച് പണി ഇൻ ദ സെൻസ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് പാസ്സായ സ്റ്റുഡൻസിന് കൺഗ്രാറ്റ്സ് പറഞ്ഞ, അല്ലെങ്കിൽ പാസ്സായ സ്റ്റുഡൻസിന് ഒരുപാട് ഓൾറെഡി സറൗണ്ടിങ്ങിൽ ഒരുപാട് ആൾക്കാരുണ്ട് സെലിബ്രേറ്റ് ചെയ്യും. ഫെയിൽ ആയ സ്റ്റുഡൻസിന് നമുക്ക് ഓരോരുത്തരും കൺസേൺ എന്താ കേൾക്കണം, അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് കൊടുക്കണം. സോ ഐ തിങ്ക് ദിസ് സെഷൻ വാസ് ഹെൽപ്ഫുൾ ഫോർ മീ, ബിക്കോസ് എൻ്റെ പണി ഒരുപാട് എളുപ്പമായി. നിങ്ങൾ കുറേ ടിപ്സ് ഓൾറെഡി ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ഇതിൽ നിന്ന് കവേർഡ് ആവാത്ത, സൊല്യൂഷൻ കിട്ടാത്ത സ്റ്റുഡൻസിനെ എനിക്ക് അഡ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. വാട്ട് ആർ നെക്സ്റ്റ് പ്ലാൻസ്? ആർട്ടിക്കിൾഷിപ്പ് എവിടെ? ആൻഡ് പാസ്സായി കഴിഞ്ഞിട്ട് എന്താണെന്നുള്ള നിങ്ങൾ ഇപ്പോഴും പ്ലാൻ അല്ല നിങ്ങൾ പറഞ്ഞു. ആർട്ടിക്കിൾഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫൈനൽ പ്രിപ്പറേഷൻ ഒക്കെ എപ്പോഴാണ് ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങുന്നത്? ഓൾസോ എക്സ്പ്ലോറിംഗ് ആണ്. ആക്ച്വലി എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാന് സാർമാരുടെ അടുത്തൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്താ ചെയ്യണ്ടേ, ലൈക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ്. എന്ത് ബിഗ് ഫോറിൽ പോകണോ, മിഡ് സൈസ്ഡ് പോകണോ, സ്മോൾ സൈസ്ഡ് പോകണോ, എന്താ ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ പേരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഒപ്പീനിയന്. എല്ലാവരുടെയും കൂടി ഒന്ന് അറിഞ്ഞിട്ട് കുറച്ച് ബ്രേക്ക് എടുത്തിട്ടാവും ആർട്ടിക്കിൾഷിപ്പിന്. ടേക്ക് യു ടൈം. നിങ്ങളെ ഒരുപക്ഷെ കരിയറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പിന്റെ പീരീഡ്. സോ നോട്ട് ലൈക്ക് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് സെറ്റിൽ ആയി. യാ, ഇറ്റ് ഇസ് ഫൈൻ. ടേക്ക് യു ടൈം. ഇൻഷാല്ലാ എന്തെങ്കിലും ഗൈഡൻസ് റിക്വയർഡ് ആണെങ്കിൽ അറിയിക്കുക, ഹെൽപ്പ് ചെയ്യാം. താങ്ക് യു ഷസ, താങ്ക്സ് അലോട്ട് ഫോർ ബീങ് ഇൻ ദ സെഷൻ. Yeah, hope it was helpful. ഇറ്റ് വുഡ് ഡെഫിനറ്റ്ലി ബി ഹെൽപ്ഫുൾ. ഇൻഷാല്ലാ. Okay, ഓക്കെ, ബൈ. bye.